ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. പ്രീതി കല്യാണ മണ്ഡപത്തിലേക്ക് നടന്നെടുക്കുന്ന കാര്യം പ്രാർത്ഥന മറന്നുപോയിരുന്നു. വീടിന് പുറത്തെത്തിയ പ്രാർത്ഥന വിഷ്ണുപ്രിയയോട് ചോദിച്ചു, എന്തു പറ്റി മുത്തശ്ശി? എന്റെ വിവാഹം നടക്കാൻ ഇനി അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി ഞാൻ ഇതിന് സമ്മതിച്ചു. ഞാൻ പോകുക. മുത്തശ്ശി പൊയ്ക്കോ, നമുക്ക് പിന്നെ കാണാം. അന്നേരം വിഷ്ണുപ്രിയ പ്രാർത്ഥനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പ്രാർത്ഥന, കല്യാണത്തിന് ഇനിയും അരമണിക്കൂറില്ലേ? ഇപ്പോ നീ നിന്റെ കർത്തവ്യം ചെയ്തേ മതിയാകൂ. ഇന്ദ്രനീലത്തെ കവർന്നെടുക്കാൻ അവരെത്തിയിരിക്കുകയാണ്. അത് കേട്ടതും പ്രാർത്ഥന ഞെട്ടി. എന്ത്? ഇന്ദ്രനീലത്തെ കവർന്നെടുക്കാൻ അവരെത്തിയെന്നോ? അതേ പ്രാർത്ഥന, നീ ആ ഇന്ദ്രനീലം ആ മഹാ അമ്പലത്തിൽ നിന്നും എടുത്ത് മത്സ്യലോകത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവയ്ക്കണം. അല്ലാത്ത പക്ഷം ഇന്ദ്രനീലം ആ നിഡോക വംശത്തിലെ നാഗങ്ങൾ കവർന്നെടുക്കും. വേഗം വാ. അത് കേട്ടതും പ്രാർത്ഥന വിഷ്ണുപ്രിയയോട് ചോദിച്ചു, അല്ല, ആ ഇന്ദ്രനീലം അവിടെ എടുക്കാൻ കഴിവുള്ളത് എനിക്ക് മാത്രമല്ലേ? പിന്നെ എങ്ങനെയാ അത് മറ്റാരെങ്കിലും കവർന്നെടുക്കുന്നത്? അന്നേരം വിഷ്ണുപ്രിയ ഒന്ന് നടുങ്ങിപ്പോയി. അത് പിന്നെ ഇന്നത്തെ ദിവസം നാഗപഞ്ചമിയാണ്. നാഗപഞ്ചമി ദിവസത്തിൽ നാഗങ്ങൾക്ക് അതീവ ശക്തിയായിരിക്കും. അതുകൊണ്ട് അവർക്ക് ആ ഇന്ദ്രനീലം എടുക്കാനും കഴിയും. അതിന് നീ സമ്മതിക്കരുത്. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. വാ എന്റെ കൂടെ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയും കൂട്ടി വിഷ്ണുപ്രിയ അവിടെ നിന്നും നടന്നകന്നു. മനസ്സിൽ വിഷ്ണുപ്രിയ മന്ത്രിച്ചു, എടി, ഇന്നത്തോടെ എനിക്ക് ആ ഇന്ദ്രനീലവും കിട്ടും. അതിനുശേഷം നിന്റെ കല്യാണം നടന്ന് നിന്റെ ശക്തികളും നഷ്ടമാകും. ആ സുവർണയും പാഞ്ചാലിയും എന്റെ കൈകൊണ്ട് മരിക്കുകയും ചെയ്യും. നോക്കിക്കോ. ഇതേ സമയം പ്രീതി ഋഷിയുടെയും പ്രതയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങുകയായിരുന്നു. ശേഷം പ്രീതിയെ മൂടുപടം മുഖത്തിട്ട് ഗുജറാൾ വീടിന്റെ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഏത് മണ്ഡപത്തിൽ വെച്ചാണോ ഋഷിയുടെയും പ്രതയുടെയും വിവാഹം നടന്നത്, അതേ മണ്ഡപത്തിലേക്ക് ഇതാ പ്രീതിയും കയറാനൊരുങ്ങുകയായിരുന്നു. മണ്ഡപത്തിൽ കത്തിജ്വലിക്കുന്ന അഗ്നിക്ക് മുന്നിൽ രഘുവീർ ഇരിപ്പുണ്ട്. പ്രീതിയെ രഘുവിന്റെ തൊട്ടടുത്തായി ഇരുത്താൻ തുടങ്ങുകയാണ് രുദ്രനും ഫാമിലിയും അങ്ങോട്ടേക്ക് വന്നത്. രുദ്രനെയും ഫാമിലിയെയും ഋഷിയും പ്രതയും സ്വീകരിച്ചു. വരൂ വരൂ, എന്താ താമസിച്ചത്? അന്നേരം സഞ്ജന പറഞ്ഞു, അത് പിന്നെ ഒരു അത്യാവശ്യ മീറ്റിംഗ്, അതാണ് അങ്ങനെ. അല്ല മിസ്റ്റർ ഋഷഭ്, ഞാൻ നിങ്ങളുടെ മൂത്ത മകളെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ മകൾ പ്രാർത്ഥനയെ മാത്രമേ എനിക്ക് അറിയൂ. മോനും അതെ. അന്നേരം ഋഷി പറഞ്ഞു, അയ്യോ, പ്രാർത്ഥന നമ്മുടെ മൂത്ത മകളാണ്. രണ്ടാമത്തെ മകൾ ദേ ഇവളാണ് എന്ന് പറഞ്ഞ് ഋഷി അനുമോളെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് രുദ്രൻ ഞെട്ടിത്തരിച്ചു. ഭഗവാനെ, എന്താ ഇത്? അപ്പോ ഇവിടെ നിൽക്കുന്നത് ഈ അനുമോളാണെങ്കിൽ കല്യാണ മണ്ഡപത്തിലുള്ളത് എന്റെ പ്രാർത്ഥനയാണോ? അതായത് എന്റെ കൂട്ടുകാരൻ രഘുവീർ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ പ്രീതിയല്ലേ? അപ്പോ അത് യഥാർത്ഥത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു. രുദ്രൻ മണ്ഡപത്തിലിരിക്കുന്ന പ്രീതിയുടെ മൂടുപടത്തിന് നേരെയിരിക്കുന്ന ഫാൻ ഒന്ന് പെട്ടെന്ന് ആരും കാണാതെ ഓണാക്കി. അന്നേരം ആ ഫാനിന്റെ കാറ്റിൽ പ്രീതിയുടെ മുഖത്തിലെ മൂടുപടം ഒന്ന് പറന്നതും അവൻ ആ മുഖം കണ്ടു. ഭഗവാനെ, ഇത് പ്രാർത്ഥനയല്ലേ? ഈ രുദ്രനുമായി സുവർണയ്ക്ക് എന്താ ബന്ധം? ഇത് സുവർണയുടെ മകനാണ്. ഇതെല്ലാം ഞാൻ കാരണം സംഭവിച്ചതാണ്. എന്നോട് എത്ര നാള് മുമ്പ് അമ്മ പറഞ്ഞതാണ്. ഇനി വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കോളൂ. ഞാൻ ഈ വിവാഹത്തിൽ സമ്മതിക്കാം. രഘു സാർ ഇപ്പോൾ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്.